സാർ, എന്തുകൊണ്ടാണ് പ്രവാസികളിൽ അറ്റാക്ക് കൂടി വരുന്നത്? പ്രവാസികൾ ശരിക്കും നമ്മളൊരു മറ്റുള്ളവർക്ക് പ്രകാശം നൽകിക്കൊണ്ട് സ്വയം ഒരുക്കിത്തീരുന്ന വഴുകുതിരികളാണ്. എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേര് പ്രവാസികൾ. അവരൊക്കെ പറയുന്നത് കേട്ട് എനിക്ക് തന്നെ പലപ്പോഴും വിഷമം തോന്നാറുണ്ട്. ലൈഫ് നമ്മളെ കുടുംബത്തിന് വേണ്ടിയിട്ട്, നാട്ടുകാർക്ക് വേണ്ടിയിട്ട് മൊത്തത്തിൽ ജീവിതത്തിൻ്റെ എല്ലാ ചെലവഴിക്കുന്ന ആളുകളാണ്. പല കാരണങ്ങൾ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നാറ് അവരെ സ്ട്രെസ് എന്നായിരിക്കാം. ചെറുപ്പത്തിലെ ഭാരം ഉത്തരവാദിത്തം കൊണ്ട് 3 രീതിയിൽ അവർക്ക് സ്ട്രെസ് ഉണ്ട്. ഒന്ന് അവരിൽ ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്തം അല്ലേ, വീട്ടിൽ ഒരുപാട് പ്രാരാബ്ദം ഉണ്ടാകും. അതിൻ്റെ പ്രാരാബ്ദങ്ങൾ ഇങ്ങനെ ഒന്ന് കഴിയുന്നതോറും ഒന്നിങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്ന പ്രാരാബ്ദങ്ങളുടെ അതിൻ്റെ സ്ട്രെസ് ഉണ്ടാകും. രണ്ട്, അവരനുഭവിക്കുന്ന മാനസിക അല്ലാതെയുള്ള വിരഹങ്ങൾ, വീട് വിട്ടു നിൽക്കുക, നാടും വീടും കുടുംബവും മക്കളും വിട്ടു നിൽക്കുന്നുള്ള ആ വിരഹത്തിൻ്റെയും മറ്റുള്ള സ്ട്രെസ് ഉണ്ടാകും. മൂന്നാമത്തെ, അവർ വർക്ക് ചെയ്യുന്ന ജോലി സ്ഥലത്ത് ഉണ്ടാകുന്ന അമിത ജോലിഭാരമായിട്ടും മാക്സിമം പണിയെടുത്തുകൊണ്ട് എങ്ങനെയും 6 മാസം 1 വർഷത്തിലൊരിക്കൽ നാട്ടിലോട്ട് വരാൻ വേണ്ടിയുള്ള അവരെ ജോലി ഭാരം. ഈ 3 സ്ട്രെസ്സും ഒരുമിച്ച് ഒരാൾ താങ്ങുക, അതും ചെറുപ്പത്തിൽ തന്നെ താങ്ങി തുടങ്ങുക. 20-22 വയസ്സിലേ അങ്ങനെ ഭാരം ഏറ്റ് വരുന്നവരെ ബോഡിക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, അതൊന്ന് ഒരു വലിയൊരു ഫാക്ടറാണ്. 2, ഭക്ഷണത്തിൻ്റെ പലപ്പോഴും ഇവർ സമയത്തിന് ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. എന്തെങ്കിലും പലപ്പോഴും രാത്രി വൈകിട്ടാവും. പല പ്രാവശ്യം ചോദിക്കുമ്പോൾ രാത്രി 2 മണി വരെ ഹോട്ടലിൽ കഴിക്കുന്നത് 2-3 മണി വരെയൊക്കെ കഴിഞ്ഞിട്ട് അവർ പിന്നെ ഉറങ്ങാൻ പോകും. അപ്പോൾ സമയം തെറ്റിയുള്ള ഭക്ഷണ ക്രമീകരണമാണ്. ഭക്ഷണം കഴിക്കുന്നതും അപ്പോൾ കിട്ടുന്ന വല്ല ബർഗറായിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും, മിക്കവാറും ഫാസ്റ്റ് ഫുഡ് ആയിരിക്കും, ബ്രോസ്റ്റ് ആയിട്ടില്ല. അപ്പോൾ നല്ല ഭക്ഷണം അവർക്ക് സമയത്തിന് കഴിക്കാൻ പറ്റുന്നില്ല, സമയത്തിന് തന്നെ കഴിക്കാൻ പറ്റുന്നില്ല. ഉറക്കും ഫുൾ താളം തെറ്റിയിട്ടാണ്. പലപ്പോൾ രാത്രി 3 മണിക്ക് ഉറങ്ങും, എന്നിട്ട് പിന്നെ എഴുന്നേൽക്കാൻ ചിലപ്പോൾ ഉച്ചയ്ക്കായിരിക്കും, അല്ലെങ്കിൽ പിന്നെ പെട്ടെന്ന് പോകും. അങ്ങനെ ഒരു മൊത്തം ശരീരത്തിൻ്റെ ഋതം തന്നെ മൊത്തം മാറിയിട്ട് അവരെ മൊത്തത്തിൽ ലൈഫ് പോകുന്നത്. അപ്പോൾ രാത്രി വൈകി ഭക്ഷണം കഴിക്കുന്നത് തന്നെ പെട്ടെന്നുള്ള മരണങ്ങൾ ഉണ്ടാക്കുന്ന പലരും. അപ്പോൾ ഇവരമ്പയത്തോളം എന്നും ഇവർ രാത്രി വൈകിട്ടാണ് ഭക്ഷണം കഴിക്കുന്നത്. സ്ട്രെസ്സ്, പിന്നെ പലപ്പോഴും അസുഖം വന്നാൽ അവർ പലപ്പോൾ പോയില്ല. ലക്ഷണം വന്നാൽ കുഴപ്പമില്ല, ഗ്യാസ് ആയിരിക്കും, എന്തെങ്കിലും അടുത്തുനിന്നുള്ള ഫാർമസിയിൽ നിന്ന് പാരസെറ്റമോൾ, പാനഡോൾ അല്ലെങ്കിൽ എന്തെങ്കിലും കഴിച്ചിട്ട് അങ്ങനെ പോകും. അപ്പോൾ സമയത്തിന് കാരണം ചികിത്സയുടെ ചിലവ് ഓർത്ത് പലർക്കും ഇൻഷുറൻസ് ഉണ്ടാവില്ല. അപ്പോൾ അതിൻ്റെ പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടല്ലോ. ജീവിതത്തിൽ അന്നേവരെ കഴിക്കാത്ത മിഠായിയും അന്നേവരെ സ്വയം അടിക്കാത്ത പെർഫ്യൂം വാങ്ങിയിട്ടാണ് പല പ്രവാസികളും നമ്മുടെ നാട്ടിലോട്ട് നമുക്ക് വേണ്ടി വരാറും. അത് പലപ്പോഴും നമ്മൾ മറക്കാറാണ്. എന്നാൽ അതാണതിൻ്റെ അവരുടെ ജീവിതത്തിൻ്റെ ചുരുക്കം ആയുള്ള സത്യവും.